നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഭർത്തൃപീഡനത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതിന് പ്രതികാരം തീർക്കാൻ ഭർത്താവ് വീടിന് തീയിട്ടെന്ന ആരോപണം. പാറപ്പുറം മാങ്ങാട്ടൂർ റോഡിൽ പള്ളിക്കര വീട്ടിൽ ഹരിതയുടെ വീടിനാണ് പുലർച്ചെ തീയിട്ടത്. നിർത്തിയിട്ട 3 ബൈക്കുകൾ കത്തിനശിച്ചു. വീടിന്റെ ചുമരുകളും ജനലും കത്തി. പൊന്നാനിയിൽ നിന്നെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചതിനാൽ വലിയ ദുരന്തമൊഴിവായി. ഹരിതയുടെ ഭർത്താവ് വിനീഷാണ് വീടിന് തീയിട്ടതെന്നാണ് നിഗമനം. 9 മാസം മുൻപാണ് വടക്കേക്കാട് സ്വദേശിയായ വിനീഷും കാലടി സ്വദേശിയായ ഹരിതയും വിവാഹിതരായത്. ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ 1 മാസം തികയും മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചുവരികയും ചെയ്തിരുന്നു. ഗാർഹിക പീഡന പരാതിയിൽ വിനീഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പിന്നീട് വിദേശത്തായിരുന്ന വിനീഷ് നാട്ടിലെത്തി. കഴിഞ്ഞ ദിവസം ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ പരാതിയിൽ ഇയാളോട് പൊന്നാനി സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് പുലർച്ചെ 1 മണിയോടെ ഹരിതയുടെ വീടിന് തീയിട്ടത്. ഇന്നലെ പെങ്ങളെ മോളെ കല്യാണം കഴിച്ച് പയ്യൻ വന്നിട്ട് ചെയ്തതാണ്, ഭർത്താവ് വന്നിട്ട് ചെയ്തതാണ്. ഭീഷണിപ്പെടുത്തിയിട്ട് മോളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മാമനോട് ഇട്ട് വെട്ടിക്കൊല്ലും, വടിവാളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, പുറത്ത് വാളൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ അന്ന് രാത്രി സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചെല്ലാൻ വേണ്ടി പറഞ്ഞ്, രാവിലെ എല്ലാം 3 മണിയാകുമ്പോൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ 3 മണിക്ക് ചെന്നിട്ട് കംപ്ലൈൻറ്റ് എഴുതി കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പോന്ന്. ആ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ ഇതാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 12-12:30 ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ട് ഈ വണ്ടിക്കൊക്കെ തീയിട്ടിട്ട് പോയത്. വീട് കത്തിയിരിക്കുന്നു, വീടിൻ്റെതൊക്കെ കത്തിയിട്ട് പോയിട്ടുള്ളത്. വിനീഷ് എന്നാണ് അവൻ്റെ പേരിട്ട അവൻ ചെയ്ത പണിയാണ് ഇതൊക്കെ. സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹരിതയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് കെട്ടിടങ്ങളാകുന്നു. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാക്കുന്നതിനായി 45 ലക്ഷം രൂപയുടെ അനുമതി ലഭിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. പട്ടാമ്പി മണ്ഡലം സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമാകുവാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസിനെ കൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചതായി മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കുവാൻ 45 ലക്ഷം രൂപയുടെ നവീകരണത്തിന് അനുമതി ലഭിച്ചതായി MLA അറിയിച്ചു. മന്ത്രി K രാജനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മണ്ഡലത്തിൽ 9 വില്ലേജ് ഓഫീസുകളാണ് നിലവിലുള്ളത്. 7 വില്ലേജ് ഓഫീസുകൾ ഇതിനകം സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി. കൊപ്പം വില്ലേജ് ഓഫീസ്, ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസ്, മുതുതല, കൊപ്പം, വിളയൂർ, കുൽക്കല്ലൂർ, തിരികപ്പുറ എന്നീ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റിക്കഴിഞ്ഞു. വെല്ലപ്പുഴ വില്ലേജ് ഓഫീസിനാവശ്യമായ നവീകരണം നടത്തി സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി വില്ലേജ് ഓഫീസ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. റവന്യൂ ടവർ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രശ്നവും പരിഹരിക്കുമെന്നും MLA പറഞ്ഞു. കൂറ്റനാട് ജന്നത്തുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 4 മുതൽ 7 വരെ മഖാം പരിസരത്ത് OSF സിഗ്നേച്ചർ എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 4 വൈകിട്ട് 3 മണിക്ക് P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവചരിത്രത്തിലൂടെയുള്ള യാത്രയിലൂടെയാണ് എക്സ്പോ ആരംഭിക്കുന്നത്. വിർച്വൽ റിയാലിറ്റിയിലൂടെ പരിശുദ്ധ കഅബ നേരിൽ കാണാനും കഴിയും. അറബിക് കാലിഗ്രഫി, ഏറ്റവും നീളം കൂടിയ ഖുർആൻ കയ്യെഴുത്തുപ്രതി, മാജിക് ഷോ, അമ്യൂസ്മെന്റ് റൈഡുകൾ, ഫുഡ് കോർട്ട് എന്നിവ എക്സ്പോയുടെ ഭാഗമാവുമെന്ന് ഭാരവാഹികളായ AM ഹംസമാഷ്, TP അബ്ദുൽ ഖാദർ, KH അനസ് ഹംസ, KV സലീം, AP ബഷീർ, A ഷമീം, KV ഹംസ, K കുഞ്ഞിമോൻ എന്നിവർ അറിയിച്ചു. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. 2 കോടി രൂപ ചെലവിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പട്ടാമ്പിയിൽ നിന്നും പള്ളിപ്പുറത്തേക്ക് 2 റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കിയുള്ള എളുപ്പമാർഗമാണ് പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാത. പാതയുടെ പാലത്തറ മുതൽ കല്ലറപ്പുള്ളി പാലം വരെയുള്ള 3750 മീറ്റർ പാതയാണ് നവീകരിക്കുന്നത്. നവീകരണത്തിന്റെ ഭാഗമായുള്ള ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് പ്രവൃത്തികൾ നടപ്പാക്കിയുള്ള ടാറിംഗ് ആണ് ഇപ്പോൾ പൂർത്തിയായത്. ഇനി കുളമുക്ക് സെന്ററിലും ലക്ഷം വീട് ഭാഗത്തും 150ഓളം മീറ്റർ ഭാഗത്തെ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് നടപ്പാക്കാനുള്ളത്. ഇതോടൊപ്പം നിലംപതിയുടെ കോൺക്രീറ്റും നടത്താനുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷമേ ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങുകയുള്ളൂ. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ഈ പാത ഏറെ കാലമായി പാടെ തകർന്നു കിടക്കുകയായിരുന്നു. മന്ത്രി MB രാജേഷിന്റെ ഇടപെടലിനെ തുടർന്നാണ്
പാതയുടെ നവീകരണത്തിന് വഴിയൊരുങ്ങിയത്. തീരദേശ പരിപാലന വികസന ഫണ്ടിൽ നിന്നും ജലജീവൻ മിഷന്റെ പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നുമുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. 2 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. അക്ഷരജാലകം ഗ്ലോബൽ സാംസ്കാരിക കൂട്ടായ്മ ഏർപ്പെടുത്തിയ ഇന്ത്യനൂർ ഗോപി മാസ്റ്റർ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരം കറുകപുത്തൂർ ഇഞ്ചിരി വളപ്പിൽ മുഹമ്മദ് കുട്ടി ഹാജിക്ക് മരണാനന്തര ബഹുമതിയായി സമർപ്പിച്ചു. കറുകപുത്തൂർ ഷംല പാലസിൽ നടന്ന ചടങ്ങിൽ അക്ഷരജാലകം ഗ്ലോബൽ പ്രസിഡന്റ് ഹുസൈൻ തട്ടത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 13 അവാർഡ് സമർപ്പണ ചടങ്ങ് നടക്കാനിരിക്കെയാണ് മുഹമ്മദ് കുട്ടി ഹാജി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതും മരണപ്പെട്ടതും. കഥാകൃത്ത് ഉണ്ണി പൂക്കരാത്ത് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ പ്രശസ്തിപത്രവും എഴുത്തുകാരൻ TVM അലി 10,000 രൂപയുടെ പുസ്തകങ്ങളും സമ്മാനിച്ചു. മുഹമ്മദ് കുട്ടി ഹാജിയാരുടെ മക്കളായ മുഹമ്മദ് യൂനസും നിഷ ഋഷിയും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷെറീന, പഞ്ചായത്ത് മെമ്പർമാരായ മൊയ്തുണ്ണി, ബീന, മുൻ ബ്ലോക്ക് മെമ്പർ ശശി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K ജനാർദ്ദനൻ, സലാമു, മുഹമ്മദ് കുഞ്ഞി, TK കൃഷ്ണകുമാർ, മുഹമ്മദ് കുട്ടി ഹാജിയുടെ മരുമകനും ഇടയ്ക്ക് കലാകാരനുമായ റഷി വലിയകത്ത്, നാടകപ്രവർത്തകൻ വിജയൻ ചാത്തന്നൂർ, സുലൈമാൻ തുടങ്ങിയവർ മുഹമ്മദ് കുട്ടി ഹാജിയാരെ അനുസ്മരിച്ചു. സ്വാഗത സംഘം സെക്രട്ടറി AV രാജേന്ദ്രൻ സ്വാഗതവും ജയരാജ് നന്ദിയും പ്രകാശിപ്പിച്ചു. മുഹമ്മദ് കുട്ടിയുടെ സ്മരണ നിലനിർത്താൻ വർഷം തോറും അർഹരായ 10 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് അക്ഷരജാലകം ഭാരവാഹികൾ അറിയിച്ചു. എപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. അദ്ദേഹം വിട്ടുപോയത് ഞങ്ങൾക്കൊരു ഓർമ്മ മാത്രമായി മാറിയിരിക്കുകയാണ്. എൻ്റെ അടുത്ത് എന്നും പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ മരണപ്പെട്ടു പോയ പ്രസാദേട്ടൻ്റെ കുറേ കാര്യങ്ങൾ പറയും. അദ്ദേഹം പല കാര്യങ്ങളും ജനോപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്ത വ്യക്തിയാണ്. അതിന് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. ഇങ്ങനെയൊക്കെ ഓരോ ഉപദേശങ്ങളൊക്കെ നമുക്ക് നൽകുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത്ര നമുക്ക് ഉയരാൻ സാധിച്ചില്ലെങ്കിലും അതൊക്കെ ഒരു നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. CCTV ന്യൂസ് തൃത്താല. പടിഞ്ഞാറങ്ങാടി ആശ്രയ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ പുന്നൂർക്കുളം മന്നലാങ്കുന്ന് ബീച്ചിൽ പാലിയേറ്റീവ് കുടുംബസംഗമം നടത്തി. 25ലധികം രോഗികളും കുടുംബാംഗങ്ങളും 50ലധികം വളണ്ടിയർമാരും പങ്കെടുത്തു. പടിഞ്ഞാറങ്ങാടി V1 വനിതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സമ്മാനങ്ങളും വളണ്ടിയർമാർ സ്പോൺസർ ചെയ്ത കിറ്റും രോഗികൾക്ക് നൽകി. ഡോക്ടർ കമറുദ്ദീൻ, KA റഷീദ് മാസ്റ്റർ, മുഹമ്മദ് അലി ആമശ്ശേരി, ബഷീർ P, ഷാക്കിർ മൂസ, മുഹമ്മദ് അലി NV, കൃഷ്ണൻകുട്ടി, KT മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രക്തദാനം ചെയ്യുക, നമുക്കൊരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് രക്തം എടുത്തു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ രക്തദാനം ചെയ്ത് സൂക്ഷിച്ചു വെച്ച് അത് അതിൻ്റെതായ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറ്റാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രക്തദാനം നൽകുക എന്ന് പറയുന്നത് ഇത്തരം ക്യാമ്പുകളിലൂടെ നിരവധിയായ ആളുകൾ ദാനം ചെയ്യാൻ എത്തുന്നുണ്ടെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് രക്തം വളരെ അപൂർവമായിട്ട് ലഭിക്കാറുള്ളൂ. അപ്പം നിങ്ങൾ ഇന്ന് NSSന്റെ നേതൃത്വത്തിൽ കുട്ടികളെ ഇതിന് പങ്കെടുക്കുന്നതിന് വളരെയധികം സന്തോഷം. നിങ്ങൾ PTA പ്രസിഡന്റ് CA റാസി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ C സംഗീത, പ്രിൻസിപ്പാൾ വിജയൻ, പരിസ്ഥിതി പ്രവർത്തകൻ മോഹൻദാസ് ഇടിയത്ത്, NSS പ്രോഗ്രാം ഓഫീസർ മീര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ലിമൻ കോളേജിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിൽ പങ്കാളികളായി. കൊപ്പം എറയൂർ തിരുവളയനാട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പൊങ്കാല സമർപ്പണവും ക്ഷേത്രം ഊട്ടുപുരയുടെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. കൊപ്പം എറയൂർ തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത്. രാവിലെ ക്ഷേത്രതന്ത്രി ഇക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ താന്ത്രിക ചടങ്ങുകൾ നടന്നു. തുടർന്ന് പൊങ്കാല സമർപ്പണവും ഉണ്ടായിരുന്നു. നിരവധി പേർ പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായി. മുക്തിരൂപിണി ലാഹ്യപ്രിയ ലയകരി
ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയായ ഊട്ടുപുരയുടെ മുകൾ നിലയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. തന്ത്രി ഇക്കാട്ടുമന നാരായണ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. സംരക്ഷിക്കുക എന്നതാണ് ക്ഷേത്രം കൊണ്ടുള്ള ഉദ്ദേശം. ഇപ്പോൾ മധുരേഖയപ്പോൾ ആ ഉദ്ദേശം പൂർണ്ണമായിട്ട് നടന്നു നടക്കുന്നതാണ് അത് പറഞ്ഞെന്ന് മനസ്സിലായി. 11 നമ്മളെ അമ്പലങ്ങളിൽ കഴിച്ചു, പുനഃപ്രതിഷ്ഠ കഴിച്ചു. അതിൻ്റെ ശേഷം ഒരുപാട് പുരോഗമന പ്രവർത്തനം നടന്നു. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഓഡിറ്റോറിയങ്ങളിൽ നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ ദേവി പൂർണ്ണമായിട്ടും നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ ഭദ്രകാളി ചൈതന്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി ഗോപാലൻ അധ്യക്ഷനായിരുന്നു. കെ സി ചന്ദ്രശേഖരൻ തമ്പാൻ, കെ മുരളി തമ്പാൻ, പ്രഭാകരൻ തമ്പാൻ, പി സുധാകരൻ, സി വിശ്വനാഥൻ എഴുത്തച്ഛൻ, പി കെ വാസുദേവൻ കൊട്ടാരത്തിൽ, എൻ കെ വാസുദേവൻ, കെ ബാലസുബ്രഹ്മണ്യൻ, പി പത്മിനി, പി ശങ്കരനാരായണൻ, പി ജയപ്രകാശൻ, പി സുബ്രഹ്മണ്യൻ, കെ മധു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മഹാവിഷ്ണു ഭൂമിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച കൂടെ സഹോദരിയായിട്ട് യശോദരൻ മകളായിട്ട് ദേവി യോഗമായ ഭഗവാന്റെ എപ്പോഴും സന്തോഷകരമായിട്ട് ദേവി കൂടെ വന്നതാണ്. ഇവിടെ വന്ന് യശോദരനായിട്ട് ദൈവീകരണത്തിനായിട്ട് ഭഗവാൻ അങ്ങോട്ട് പോയി യശോദാനന്ദനെയുള്ള ദേവി കൊണ്ടുപോകുന്നത് കടത്തി എന്നിട്ട് കംസനെ കൊണ്ട് തന്നെ നല്ല കാല് പിടിച്ച് ദേവി അങ്ങനെ ആകാശത്തിലേക്ക് പോയി. ആകാശത്ത് പോയി ദേവി എന്താണ് ചെയ്ത് നോക്കുന്ന ആമ നിൽക്കുകയും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.